Hello. Welcome to Market Discussion of the Day. Today, January 14, 2025, Tuesday ആണ്. സോ നമുക്ക് മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേയായിട്ട് ഫസ്റ്റിലെ തന്നെ നമ്മളുടെ പുതിയ ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 2 ആഴ്ചത്തെ ബാച്ചായിരിക്കും. 1 മണിക്കൂർ വെച്ച് 2 ക്ലാസ് ആയിട്ട് ഇന്ത്യൻ ടൈമിങ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടായിരിക്കും നമുക്ക് 2 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്ന് പഠിച്ചു പോകണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. എനിക്കതിനകത്തോട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മൾ ഇന്ന് ജാനുവരി 14 അല്ലേ, പുതിയ US പ്രസിഡൻറ്റ് അധികാരത്തിലേക്കുന്നത് ജാനുവരി 20 തീയതിയാണ്. അപ്പോൾ ഒരു വേൾഡിൻ്റെ ഒരു സാമ്പത്തിക ക്രമത്തിലെ ഒരു ഭയങ്കരമായൊരു വ്യത്യാസം നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അല്ലേ. ചിലപ്പോൾ ജാനുവരി 20 തീയതി ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള രാജ്യങ്ങളുടെ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ താഴുകയും US സ്റ്റോക്കുകൾ മുകളിലോട്ട് പോവുകയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതേപോലെ തന്നെ സീസ് ഫയർ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഖത്തറിൽ അതിൻ്റെ പീസ് ടോക്കും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനുള്ള കാര്യം എന്താ വെച്ചാൽ, ജാനുവരി 20 തീയതി വരെ അല്ലെങ്കിൽ ഈ മാസം തീരുന്നത് വരെ നമ്മൾ ഭയങ്കരമായ റിസ്ക്കുകൾ എടുക്കാതിരിക്കുക. ഇനി നമ്മൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള റിസ്ക്കുകൾ എടുക്കാതിരിക്കുക. ഓക്കെ, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ എടുക്കുക. നമ്മൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു 0.3 ലോട്ടിലൊക്കെ ട്രേഡ് ചെയ്ത് പോവുക എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ എക്കണോമിക് കാലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ സീസ് ഫയർ പോലത്തുള്ളൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ പൊളിറ്റിക്കലി US പ്രസിഡൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു സ്പീച്ച് അത് UK-യോ അല്ലെങ്കിൽ യൂറോപ്പിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനത്തുള്ള പല കാര്യങ്ങൾ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ മാർക്കറ്റിനെ കാണാൻ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ USD JPY വരുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. 156, 158 156 ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് 156.58 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും സെല്ല് അവിടുന്ന് 158.60 മുകളിൽ സ്റ്റോപ്പ് ലോസ്. 156 കിട്ടിക്കഴിഞ്ഞാൽ ബൈ 155.40 താഴെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അല്ല 158 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഓക്കെ, 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്സിനോ 158 മുകളിൽ കയറി. ദാറ്റ് ഈസ് എ സിഗ്നൽ ദാറ്റ് ദ മാർക്കറ്റ് വിൽ ബി ഹെഡിങ് ടു 162 പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ആണെന്നാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പക്ഷെ നമുക്ക് അവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നത്. കാരണം 162 ഓൾ ടൈം ഹൈ ആണ്, JPYയുടെ ഓൾ ടൈം ഹൈ ആണ്. അവിടെ നമുക്ക് നല്ല ലോട്ട് സെല്ലെടുത്ത് നമ്മളൊന്ന് നമുക്ക് അത് അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മിനിമം 1000 പിപ്സിൻ്റെ എങ്കിലും ലാഭം നമുക്ക് എടുത്ത് മാറാൻ പറ്റുന്നതുമാണ്. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ ഇന്നലെ ഭയങ്കരമായ ലോയിലോട്ട് പോയി. ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് 1.0183 ആ ഒരു ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനുശേഷം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആവുന്നതും എല്ലാം ഇന്ന് എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സിനാണെങ്കിലും 1.0200 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് എന്നുള്ളത് യൂറോയിലൊരു നല്ല കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് 1.0200 താഴെയായിട്ട് ഇനി പോകത്തില്ല എന്ന് പ്രതീക്ഷിച്ച് 1.0200 അടുത്ത് വെച്ച് ഇനിയും ബൈ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, അതൊരു ലോങ്ങർ ടേമിലോട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ലോങ്ങർ ടേമിലോട്ടല്ല, ഒരു പെർഫെക്റ്റ് ബൈ എന്ന് പറയുന്നത് 1.0500 മുകളിൽ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടുന്ന് നമുക്ക് റിസ്ക് എടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ GBPയിലോട്ട് വരുമ്പം GBPയും അതേപോലെ തന്നെ ഇന്നലെ 1.2100 അവിടെ വരെ വന്നു മാർക്കറ്റ്.
ഓക്കെ. അവിടെ വെച്ച് നമ്മൾ ഇന്നലെ റിസ്ക് എടുത്ത് ബൈ ചെയ്യാനുള്ള ആൾക്കാർ ബൈ ചെയ്യാൻ പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 100 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് ഇന്നലെ രാത്രി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നല്ല കാര്യം GBPയിൽ നല്ല കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ന്യൂസ് എന്താ വെച്ചാൽ, GBP ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.2208 ആ ഒരു ലെവലിലാണ്. ഓക്കെ. സോ ഇന്നത്തെ മാർക്കറ്റ്, ഏഷ്യ ഓപ്പണിങ്, യൂറോപ്പ് ഓപ്പണിങ്, ഇന്നലത്തെ ഏഷ്യ ക്ലോസിങ്, ഇപ്പം ഇന്നത്തെ ഇപ്പോൾ ഏഷ്യ ക്ലോസിങ്, അതേപോലെ തന്നെ ഇന്നലെ മാർക്കറ്റ് ക്ലോസിങ്ങും എല്ലാം 1.2200 മുകളിലായിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം 1.2200 നല്ലൊരു സപ്പോർട്ടാണ് എന്നുള്ള കാര്യം. ഓക്കെ. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്കിത് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഇവിടെ UK 9.7 ഓക്കെ. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എടുക്കുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ. സോ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. സ്റ്റോപ്പ് ലോസ് നമുക്കൊരു 40 പിപ്പ് താഴെയായിട്ട് 1.2160 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതിയാകും. ഓക്കെ. അങ്ങനെ നമുക്ക് ട്രേഡ് എടുത്ത് പോവാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല, GBP എന്താ പറയുക, നമ്മുടെ UKക്കെതിരെയായിട്ടുള്ള കുറേ കാര്യങ്ങൾ US നടക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ കറൻസിയുടെ ഭാവി എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപൊക്കെ അധികാരത്തിന് വന്നതിന് ശേഷം എന്താണോ UKയുടെ അടുത്തുള്ള ഇവരുടെ മനോഭാവം അനുസരിച്ചിരിക്കും. ഓക്കെ. നമുക്കത് നോക്കിക്കാണാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. സോ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം, ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് 2670 ആ ഒരു റേഞ്ചിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ഗോൾഡ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴോട്ട് പോയി കഴിഞ്ഞാൽ 2660 വരെ 60 നിന്ന് ബൈ എടുക്കാം. 60 നിന്ന് ബൈ എടുത്തിട്ടുള്ള ആൾക്കാർ നല്ല പ്രോഫിറ്റിലാണ് ഇപ്പം. ഓക്കെ. സോ ഇനിയും നമുക്ക് 2660 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് ക്രോസ് ചെയ്യാതെ അവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ 2660 to 2690, 90 നമുക്ക് സെല്ല്, 60 നമുക്ക് ബൈ. ഓക്കെ. പക്ഷേ 90 സെല്ല് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസ്ക് എടുത്ത് സെല്ല് ചെയ്യാം. ഓക്കെ. ഇതായിരിക്കാം മിക്കവാറും മോസ്റ്റ് പ്രോബ്ലി CPI വരെ നാളെ ഉച്ചയ്ക്ക് UK ടൈമിംഗ് 1:30 മണിക്ക് CPI വരുന്നത് വരെ ഈ ഒരു പാറ്റേണിലായിരിക്കാം, ഈ റേഞ്ചിലായിരിക്കാം മാർക്കറ്റ്. 2660, 2690, 2660, 2690 ആയിരിക്കാം. ഓക്കെ. സോ നമുക്കതിന് വേണ്ടിയിട്ട് നോക്കാം. 60 കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബൈ ചെയ്തോ. എപ്പോഴെങ്കിലും അല്ല, മാർക്കറ്റ് ഓപ്പണിങ്സിന് 1 അവർ ക്യാൻഡിൽ ക്രോസ് ചെയ്യാതെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. മാർക്കറ്റ് ഡിസ്കഷനിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട കുറച്ച് ദിവസങ്ങളാണ് ഇനി നമ്മുടെ കൺമുന്നിലുള്ളത്. കാരണം US എലക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പുതിയ പ്രസിഡൻറ്റ് വന്ന് പുള്ളിക്കാരൻ്റെ പുതിയ നയങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ടിട്ട് നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കാതിരിക്കുക, നമുക്ക് പറ്റുന്ന റിസ്ക്കുകൾ മാത്രം എടുക്കുക എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.